വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലേബി ക്യുസീൻ. ചൂട് ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്ന കടലത്തോരനാണ് ഇന്നത്തെ റെസിപ്പി. കടലത്തോരനായിട്ട് കടല വേണം. കടല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നികപ്പെ വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വെക്കാം. ഞാൻ രാത്രി തന്നെ വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് വെച്ച് എടുത്തതാണ്. കുതിർത്ത് വെച്ച വെള്ളത്തോടു കൂടിയാണ് ഞാൻ കടല പ്രഷർ കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കടല ഒന്ന് വേവിച്ചെടുക്കാം. കടല അനുസരിച്ചിട്ടും കുക്കർ അനുസരിച്ചിട്ടും വേവ് വ്യത്യാസം വരാം. ഞാനിവിടെ ഒരു 5 വിസിലാണ് വേവിച്ചെടുക്കുന്നത്. ഞാൻ തോരനായിട്ട് ഒരു മീഡിയം സൈസ് സവാള, ഒരു 15 തൊട്ട് 20 ചുമന്നുള്ളി, അത് വലുതും ചെറുതുമായിട്ടാണ്, ചെറിയ കഷ്ണം ഇഞ്ചി അത് ചതച്ചിട്ടുണ്ട്, 1 ടീസ്പൂൺ അടുപ്പിച്ചുണ്ടാവും, ഒരു 5 ചെറിയ വെളുത്തുള്ളി, ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അതേപോലെ ചുമന്നുള്ളി അരിയണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. ബോളിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. അതേപോലെ നമ്മൾ അരിഞ്ഞും ചതച്ചും ഒക്കെ വെച്ചിരിക്കുന്ന സവാളയും ചുമന്നുള്ളിയും പിന്നെ ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. സ്പൂൺ ജീരകപ്പൊടിയൂടെ ഇടാം. ഇതിലേക്ക് 1 സ്പൂണ് കുരുമുളക് പൊടിയൂടെ ചേർക്കാം. കൈകൊണ്ട് നല്ലപോലെ എല്ലാം ഒന്ന് ഞെവിടി ചേർത്ത് കൊടുക്കാം. ഇത് അടച്ചു വയ്ക്കാം. കടല വെന്ത് വരുന്നിടം വരെ നമുക്കിതിങ്ങനെ അടച്ചു വയ്ക്കാം. അതിൻ്റെ പ്രഷറൊക്കെ പോകണമല്ലോ. ഇവിടെ കടല നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പം നമുക്കിതിലെ ഉള്ള വെള്ളം ഒന്ന് ഊറ്റിയെടുക്കാം. കടല തോരൻ തയ്യാറാക്കാം. അതിനായിട്ട് പാൻ വയ്ക്കുക. പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇതൊരു 3 വറ്റൽമുളക് മുറിച്ചിട്ടതാണ്. 2 കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഈ എണ്ണയിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടാം. ടീസ്പൂൺ മല്ലിപ്പൊടിയൂടെ ഇട്ട് കൊടുക്കാം. പോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നിടം വരെ അതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഈ തേങ്ങ ഒന്ന് വേകാനായിട്ട് വിടുക. ഇതിലേക്ക് നമ്മൾ വെള്ളം ഊറ്റി വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കാം. പോലെ ഇളക്കി ചേർത്തതിന് ശേഷം അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കടല വേവിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ആവുമ്പോൾ ഈ മസാലയൊക്കെ കടലയിലേക്ക് നല്ലപോലെ ചേർന്ന് കിട്ടും. ആ വെള്ളവുമായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ വേണം. അപ്പോൾ ഞാൻ ബാക്കി ഉണ്ടായിരുന്ന കടലയുടെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊരു 1/3 കപ്പ് അടുപ്പിച്ചേ ഉണ്ടാവത്തുള്ളൂ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. നല്ലപോലെ വെന്തിട്ടുണ്ട്. കടലയുടെ വെള്ളവും വറ്റിയിട്ടുണ്ട്. പക്ഷെ എന്നാലും കുറച്ച് ഈർപ്പമുണ്ട്. അപ്പം നമുക്ക് ഒരു കുറച്ച് നേരം ഒന്ന് തുറന്ന് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ ഈർപ്പം ഒന്ന് വറ്റിക്കിട്ടും. 1/3 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. ഗരം മസാല നിങ്ങൾക്ക് ഗരം മസാലയുടെ ഫ്ലേവർ തോരനിൽ എത്ര ഇഷ്ടമുണ്ടോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒരു 2 നുള്ളു കായപ്പൊടിയും കൂടെ ഒന്ന് വെതറി കൊടുക്കാം. ഓഫ് ചെയ്യുക. ഇതിലെ വെള്ളമൊക്കെ ശരിക്കും വറ്റി തോരൻ്റെ പരുവമായിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് എക്സ്ട്രാ ഒരു ടേസ്റ്റും ഫ്ലേവറിനുമായിട്ട് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വേപ്പില കൂടെ ചേർക്കാം. 5 മിനിറ്റ് അടച്ചു വെച്ചേക്കുക. അന്നേരം ആ ഒരു മണവും ഒക്കെ അതിലേക്ക് നിൽക്കും. അടപ്പ് തുറക്കുമ്പോൾ എന്നാ മണമാണ് വരുന്നതെന്നറിയോ? നല്ല ഒരു പച്ച വെളിച്ചെണ്ണയുടെ ആ കറിവേപ്പിലയും പിന്നെ ആ ഒരു കടലയുടെ ഒരു മണം ഉണ്ടല്ലോ, അതെല്ലാം കൂടെ ഇട്ട് നല്ല രസമാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യുക. നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ കടലത്തോരൻ തയ്യാറായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.